മനുഷ്യന് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ അവകാശമാണ്. ആ സ്വകാര്യതയിലേക്കുള്ള ലംഘനം അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഒരു കാഴ്ചയാണ് സലീമേട്ടന്റെ മരണ വീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് സഹപ്രവർത്തകയായിരുന്ന സുബി മരിച്ച സമയത്തും നവാസിക്ക മരിച്ച സമയത്തും എല്ലാം ഇത് പലതരത്തിൽ സഹപ്രവർത്തകരായ ഞങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സലീമേട്ടൻ മരിച്ചപ്പോഴുണ്ടായിരുന്നത് അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. അതില് എല്ലാ ജോലിയും അത് അർഹിക്കുന്ന മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഞാൻ ഈ പറയുന്നതിൽ നിന്ന് പൂർണ്ണമായും എക്സ്ക്ലൂഡഡ് ആണ്. അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവർ, അവർ മാധ്യമ പ്രവർത്തകരൊന്നുമല്ല, എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് ഇന്നലെ മിനിയാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സലീമേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ചന്തു ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ചിത കത്തിക്കഴിഞ്ഞ് ശേഷം മുറിയിലെത്തിയപ്പോൾ ചന്തുവിനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ ഒച്ചയെടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ഇല്ല, മറ്റൊരു വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സലീമേട്ടൻ തന്നെ അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇതിന് ശേഷം വന്ന് നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ട. അവിടെ അങ്ങനെ ഒരു മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഒരു വിധത്തിൽപ്പെട്ട മതപരമായ ചടങ്ങുകളും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പോലീസിന്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിന്റെ ചടങ്ങിന് ആ തോക്കൊന്ന് തിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറി നിൽക്കുക, അവരൊന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് അവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് ഞങ്ങൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഒരാൾ പോലും അത് അനുസരിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യത കാണിക്കാതെ അവിടെ തിങ്ങിക്കൂടിയത് കൊണ്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം. അത് ആ നിമിഷത്തിൽ തുടങ്ങിയതല്ല, അതിനു മുമ്പ് തൊട്ട് തന്നെ. ഈവൻ ഞങ്ങള് സലീമേട്ടന്റെ ശരീരം അവിടെ എത്തിച്ച ശേഷം ഫ്രീസറോട് കൂടി എടുത്തിട്ടാണ് ഹോളിനകത്തോട്ട് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ ഇത്രയും വെയിറ്റുള്ള സാധനം 6 പേര് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ ഫ്രീസറിനൊക്കെ വലിയ കനമാണ്. അതിന് ചുറ്റും മൊബൈലുമായിട്ട് ഒന്ന് വളരെ പതുക്കെയാണ് ഈ സംഘം പുറകിലോട്ട് നീങ്ങുന്നത്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും പ്ലീസ് ഇത്തിരി സ്പീഡിൽ നടക്കണം, നിങ്ങൾ മാറുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവരിത് ചെയ്യാതിരിക്കുന്നത് വളരെ വേദനാജനകമാണ്. അതെല്ലാ മര്യാദകളുടെയും അപ്പുറമാണ്. ഒപ്പം ഈ ഒരു സന്ദർഭം കണക്കാക്കിക്കൊണ്ട് പറയണം, നമ്മൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ സിനിമാ പ്രവർത്തകരോ ആരോ ആയിക്കോട്ടെ, അവര് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പം അവരെ ഇഷ്ടംപോലെ ആളുകൾ ഷൂട്ട് ചെയ്യും. അത് ചെയ്യുന്നതിലൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു 4ാം തൂണെന്ന് അറിയപ്പെടുന്നതും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഞങ്ങളെക്കാളൊക്കെ വലിയ അവകാശങ്ങളും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. അതിന് ജേർണലിസം പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകരെ വളരെ ഗൗരവമായി കാണുന്ന ആളുകൾ, അതിന് ലൈസൻസ് ഉള്ള ആളുകൾ, ഇവിടെ നിന്നെല്ലാം ഇത് പോയിട്ട് ഒരു വിധത്തിൽപ്പെട്ട ലൈസൻസും ഇല്ലാതെ നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങൾ നമ്മളൊരു ഫാമിലി ആയിട്ട് അത് ഇതിന്റെ ഒരു ആക്കം അറിയണമെങ്കിൽ ഇത് നിങ്ങൾക്കാണ് സംഭവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിന്റെ കാര്യം വിട്ടേക്കുക. ഞാനോ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മറ്റൊരാളോ അയാളുടെ ഭാര്യയോ മകളോ ഒക്കെ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ ഒരു ക്ഷേത്രത്തിൽ പോയാലോ ഒരു സിനിമയ്ക്ക് പോയാലോ എല്ലാം അവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷം അനാവശ്യമായ ക്യാപ്ഷനുകൾ ഇട്ടുകൊണ്ട് ഇയാളുടെ ഭാര്യ എന്ത് സിമ്പിളാണെന്ന് നോക്കൂ, അച്ഛൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് നോക്കി വെക്കുന്ന മകളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ, കുഞ്ഞുങ്ങള് ഇവരെല്ലാവരെയും പബ്ലിക്കായിട്ട് ആൾക്കാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക. അവർ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പം അവരുടെ കൂട്ടുകാരെന്താണ് അവിടെ അങ്ങനെ ചെയ്തതെന്ന് മക്കളോട് ചോദിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മനുഷ്യന് ക്യാമറകളിൽ നിന്ന് മാറി സ്വകാര്യത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം, സ്വകാര്യതയല്ല, പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നു, പക്ഷെ അതുപോലും അനുവദിക്കാത്ത രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനത്തെ, ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ കൂടി, ലൈസൻസ് ഉള്ള ആളുകളെ കൂടി ഇതിപ്പോൾ ബാധിക്കുന്നുണ്ട്. കാരണം മൊബൈൽ ക്യാമറകൾ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ലൈസൻസ് ഉള്ള ചാനലുകളുടെ ക്യാമറയ്ക്ക് നല്ലൊരു കാര്യം കിട്ടുന്ന പോലും ഇല്ലാത്ത രീതിയിൽ മുന്നിൽ ഈ ക്യാമറയായിട്ട് വരികയാണ്. അപ്പൊ അതിനെതിരെ ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല, അതിനെതിരെ നിയമനിർമ്മാണം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എങ്കിലും സ്വകാര്യതയിൽ കടന്നു കയറുന്ന എല്ലാവരും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇതൊരു വിഷമം പറച്ചിലും ഒരു അഭ്യർത്ഥനയുമായി കണക്കാക്കണം. ഇത്രയാണ് അവസരം പറയാനുള്ളത്.